നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ആ പയ്യന് വല്ലതും പറ്റിയ ഗൂഗിള് സമാധാനം പറയണ്ടേ? സമാധാനം പറയലൊന്നുമല്ല, ജയിലിൽ പോയി കിടക്കേണ്ടി വരും അവൻ. ഈ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയ വഴി പുറത്തായില്ലെങ്കിൽ അവന്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അവനെ ഒന്ന് വിളിക്ക് സച്ചിയേട്ടാ. എടി എന്തിനാ ഇനിയിപ്പോ വിളിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് പകല് നടന്ന സംഭവം ഇപ്പൊ രാത്രിയായി. അവൻ വരട്ടെ, ബാക്കി അന്നേരം ചോദിക്കാം. എന്റെ ഈശ്വര, എന്തൊക്കെ എവിടെ നടക്കുന്നത്? എന്തായിരിക്കും അച്ഛൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? മഞ്ജുടെ ജീവൻ രാജ് പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കണ്ടിട്ട് ഗോകുലേട്ടൻ അവനെ അടിച്ചതായിരിക്കോ? എടി, ഈ മഞ്ചാടിയെ ജീവൻ രാജ് ശല്യം ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അവനെ രക്ഷിച്ചവളല്ലേ അവള്? അത് രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പോ ഏട്ടൻ അങ്ങനെ തോന്നിയതായിരിക്കും അച്ഛാ. അങ്ങനെയാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊരു വല്ലാത്ത എടുത്തിയാട്ടായി പോയി. അവൻ വന്നെന്ന് തോന്നുന്നു. എന്താ അവന്റെ ഉദ്ദേശം ഒന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെറുതെ ചാടിക്കടിക്കാൻ പോകണ്ട. എന്തുണ്ടെന്ന് അച്ഛൻ ചോദിച്ചോളൂ. അതെന്താ എനിക്ക് ചോദിച്ചൂടെ? ഞാൻ അവന്റെ അമ്മയല്ലേ? എന്നാ പിന്നെ അവള് പോയി ചോദിക്കട്ടെ, എന്നിട്ട് അവന്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കട്ടെ അവള്. അച്ഛൻ പോവല്ലേ, ഇങ്ങ് വന്നേ, ഇവിടെ നിക്ക്. ഏട്ടനൊരു പ്രശ്നത്തിൽ പെട്ട് വരുമ്പോ അച്ഛനും അമ്മയും കൂടി ഇവിടെ മത്സരിക്കുവാണോ വേണ്ടേ? നീ എവിടെയായിരുന്നു എത്ര നേരം? ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ 2 ദിവസം ഞാൻ കുറച്ച് ബിസി ആയിരിക്കുമെന്ന്. ഫ്രണ്ട്സിന്റെ കൂടെയുള്ള കറക്കമായിരുന്നു. ഒടുവിലൊരു ബിയർ കഴിച്ചാ പിരിഞ്ഞത്. നീ മഞ്ചാടിയെ കാണാൻ പോയിരുന്നോ ഗോകുലെ? ഞാൻ ആരെയും കാണാൻ പോയൊന്നുമില്ല. യാദൃശികമായിട്ട് ഞാൻ അവളെ കണ്ടിരുന്നു. നീ എവിടെ വെച്ചാ അവളെ കണ്ടത്? ആരുടെ കൂടെ അവളെ കണ്ടത്? അവന്റെ കൂടെ, ആ തിണ്ടിയുടെ കൂടെ. അവൾ അവന്റെ പേരിലുള്ള കേസ് പിൻവലിച്ചതേ അവന്റെ ഉപരിപഠനത്തിന് വേണ്ടിയൊന്നുമല്ല, 2 പേർക്കും കൂടെ പ്രേമിച്ച് നടക്കാൻ വേണ്ടിട്ടാ. അത് കൺമുമ്പിൽ കാണേണ്ടി വന്നപ്പോ എനിക്കത് സഹിച്ചില്ലച്ചാ. ഞാൻ അവനെ നല്ലോണം തല്ലി. എടാ, നാണമില്ലല്ലോടാ നിനക്ക്? അവൾക്ക് ഇഷ്ടമുള്ളവനെ മാത്രമേ അവള് സ്നേഹിക്കൂ, അവന്റെ കൂടെ നടക്കുകയും ചെയ്യും.